നമസ്കാരം, ടോക്സിലേക്ക് സ്വാഗതം. മാർക്കറ്റിന്റെ നിലവിലൊരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ കൺസേൺസ് മൂലം വളരെയധികം വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. സോ എത്രത്തോളം താരിഫിൻ്റെ ഒക്കെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കൺസേൺസ് നമ്മുടെ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും എന്നതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആയിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ ബാലകൃഷ്ണൻ സാറാണ്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സോ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൻ്റെ നിലവിലൊരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബറിൽ ആ ഒരു പീക്കിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ടുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ ഭയങ്കര ഒരു വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആ ഒരു താരിഫിൻ്റെ കൺസേൺസ് കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഭയങ്കര ഒരു വോളറ്റിലിറ്റിയാണ് കാണുന്നത്. സോ ഇത് എത്രത്തോളം ഇനി ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് അത് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? കാരണം മാർക്കറ്റ് ഓരോ തവണയും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 50% അഡീഷണൽ താരിഫ്, 25% അഡീഷണൽ താരിഫും കൂടി അനൗൺസ് ചെയ്തോട് കൂടിയിട്ട് വീണ്ടും ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോഴും ഒരു വലിയ ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? കഴിഞ്ഞ സെപ്റ്റംബറിൽ മാർക്കറ്റ് താഴ്പോലുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നമുക്കെല്ലാം പറയാം FISൻ്റെ റിലൻലെസ് ആയിട്ടുള്ള സെല്ലിംഗ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ ഉപരി മാർക്കറ്റ് ക്യാപിറ്റൽ GDP റേഷ്യോ എന്ന് പറയുന്നൊരു അനാലിസിസ് ഉണ്ട്. സോ മാർക്കറ്റ് ക്യാപിറ്റൽ GDP റേഷ്യോ എന്ന് പറയുന്നത് 90ക്ക് മേളിൽ വരും തോറും എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് ഓവർ ഹീറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. സോ കഴിഞ്ഞ സെപ്റ്റംബറിലൊക്കെ നോക്കിയാൽ മാർക്കറ്റ് ക്യാപിറ്റൽ GDP റേഷ്യോ എന്ന് പറയുന്നത് 130, 140 ആയി കഴിഞ്ഞു. നാച്ചുറലി കറക്ഷൻ വന്നേ മതിയാകും. ആ കറക്ഷനാണ് വന്നത്. ആൻഡ് ഇൻസിഡൻ്റ്ലി നമ്മൾ ശ്രദ്ധിക്കണം, Q4 കുറേ സപ്പോർട്ട് സിസ്റ്റം മാർക്കറ്റ് വന്നു. ലിക്വിഡിറ്റി ക്രൈസിസ് ഒക്കെ പരിധിവെക്കെ മാറി. 3 ലക്ഷം കോടി രൂപയുടെ ഷോർട്ടേജ് ഉണ്ടായിരുന്ന മാർക്കറ്റിൽ നല്ല വലിയൊരു ലെവലിൽ ഫണ്ട്സ് പമ്പ് ചെയ്ത് വന്നു. ഇൻട്രസ്റ്റ് കുറച്ചു. കുറേ സപ്പോർട്ട് സിസ്റ്റം വന്നു ശരിക്ക് കഴിഞ്ഞ നമ്മൾ നോക്കാൻ നേരം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ. പക്ഷേ മാർക്കറ്റ് ക്യാപിറ്റൽ GDP റേഷ്യോ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷവും സംതിങ് അറൗണ്ട് 135 റേഞ്ചിൽ കിടക്കുവാണ്. ദാറ്റ് മീൻസ് ധാരാളം സെക്ടേഴ്സിലും ധാരാളം സ്റ്റോക്കുകളും ഓവർ വാല്യൂഡ് ആണെന്ന് കാണിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. അതിനോടൊപ്പം തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള താരിഫും അഡീഷണൽ താരിഫും ഒക്കെ കയറി വന്ന രണ്ടാമത്തെ കാര്യം. അപ്പം മാർക്കറ്റ് ഓൾറെഡി ഓവർ വാല്യൂഡ് മാർക്കറ്റാണ് ഒന്നാമത്തെ കാര്യം. അതിനോടൊപ്പം തന്നെ കൂനുമിൽ കുരു എന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇങ്ങനത്തെ മാർക്കറ്റ്സാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഈ മാർക്കറ്റിലും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ആ സ്റ്റോക്കുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ആസ് എ പ്രൊഫഷണൽ ട്രേഡർ നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. അതോടൊപ്പം തന്നെ സാർ, നമുക്ക് ഈ താരിഫിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് നമ്മൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള 1-2 സെക്ടേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും പറയുന്നുണ്ട്. അതായത് ഫാർമ സെക്ടർ ആണെങ്കിലും ടെക്സ്റ്റൈൽ സെക്ടർ ആണെങ്കിലും ഒക്കെ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സോ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള മറ്റ് സെക്ടേഴ്സ് ഏതൊക്കെയാണ്? ഈ ഫാർമ സെക്ടർ ഇമ്പാക്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് വന്നിട്ടില്ല. കാരണം ഫാർമ എന്ന് പറയുന്ന എക്സംപ്റ്റഡ് ലെവലിൽ കിടക്കുന്നൊരു സെക്ടറാണ്. അതിൻ്റെ ഇമ്പാക്റ്റിലേക്ക് വന്നിട്ടില്ല. അല്ല, അതിനുവേണ്ടി വേറൊരു താരിഫ് എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. നാച്ചുറലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്കെ, താരിഫ് ഇമ്പാക്റ്റ് ഈസ് ഓൾവേസ് ദെയർ. പക്ഷേ റിലേറ്റീവ്ലി നമ്മൾ എവിടെ സ്റ്റാൻഡ് ചെയ്യുന്നു മറ്റുള്ള കൺട്രിയുമായിട്ട് നോക്കാൻ നേരത്ത് റിലേറ്റീവ്ലി നമ്മളുടെ സ്റ്റാൻഡ് വീക്ക് ആണെങ്കിൽ നമ്മുടെ ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും. എസ്പെഷ്യലി ഗവൺമെൻറ് സെക്ടറിൽ, എസ്പെഷ്യലി ടെക്സ്റ്റൈൽ സെക്ടറിൽ, അല്ലെങ്കിൽ ജെംസ് ആൻഡ് ജ്വല്ലറിയിലൊക്കെ നമ്മുടെ ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും. റിലേറ്റീവ്ലി നമ്മുടെ പൊസിഷൻ ഇപ്പോൾ കറൻറ്റ് സ്റ്റേറ്റിൽ വീക്ക് ആണെന്നുള്ളതാണ് കാര്യം. സോ റിലേറ്റീവ്ലി നമുക്ക് ഉള്ള ഒരു കോമ്പീറ്റൻറ്റ് അഡ്വാൻറ്റേജ് അറ്റ് പ്രസൻറ്റ് നമുക്കില്ല. ആക്ച്വലി ആ സെക്ടറെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സാർ മെൻഷൻ ചെയ്ത പോലെ തന്നെ ലിക്വിഡിറ്റി പ്രശ്നങ്ങളാണെങ്കിലും ഇപ്പോൾ RBIയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അനുകൂലമായിട്ടുള്ള നടപടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലൊരു റേറ്റ് കട്ട് അതേപോലെ റേറ്റ് കട്ട് നടത്തിയില്ല, ഒരു റേറ്റ് നിലനിർത്തിയെങ്കിലും 3 തവണയായിട്ട് റേറ്റ് കട്ട് എന്നുള്ള ആ ഒരു പ്രൊസീജിയർ RBIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇൻഫ്ലേഷൻ സൈഡിലോട്ട് നോക്കുകയാണെങ്കിലും നമ്മുടെ ഒരു അണ്ടർ കൺട്രോളിലായിട്ട് ഇൻഫ്ലേഷൻ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ എക്കോണമി വൈസ് ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ധാരാളം പോസിറ്റീവ് ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണം നമ്മുടെ മാർക്കറ്റിനെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സോ എങ്ങനെയാണ് നമ്മുടെ എക്കോണമി ഒരു താരിഫിൻ്റെ കൺസേൺസ് ബാധിക്കാനുള്ള സാധ്യത? നമ്മുടെ എക്കോണമിയെ കുറിച്ച് പറയുവാണെങ്കിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വേൾഡിലെ 4th ലാർജസ്റ്റ് ബിഗസ്റ്റ് എക്കോണമിയാണ്. 4.1 ട്രില്യൺ ആണ് നമ്മുടെ എക്കോണമിയുടെ ആവറേജ് സൈസ്. പക്ഷേ മാർക്കറ്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ എമർജിങ് മാർക്കറ്റാണ്. ശരിക്കും എമർജിങ് മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഏതാനും ഘടകങ്ങളിലൊന്ന് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസാണ്, ക്രൂഡ് ഓയിൽ മൂവ്മെൻ്റ് ആണ്, ഡോളർ ഇൻഡെക്സ് ആണ്. ശരിക്കും ഡോളർ ഇൻഡെക്സ് ശരിക്കും പറഞ്ഞാൽ വളരെ താഴ്ന്നു കിടന്ന ഡോളർ ഇൻഡെക്സ് വീണ്ടും ഒരു ചെറിയ ട്രെൻഡിലേക്കൊക്കെ വരിക എന്ന് വെച്ചാൽ അത് എമർജിങ് മാർക്കറ്റിനെ സംബന്ധിച്ച് എപ്പോഴും നെഗറ്റീവ് ന്യൂസാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് മാർക്കറ്റ് കയറാത്തെന്നൊരു ചോദ്യം. അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർക്കറ്റിൽ കുറേ സപ്പോർട്ട് സിസ്റ്റം വന്നതോടുകൂടി മാർക്കറ്റിൽ അനുഭവിച്ച പ്രഷർ കണ്ടവണ്ണം താന്നെങ്കിൽ പോലും
Q4 റിസൾട്ടും ഈ Q1 റണ്ണിങ് റിസൾട്ടോട് കമ്പയർ ചെയ്യാൻ നേരത്തെ Q1 റണ്ണിങ് റിസൾട്ട് ഒരു പരിധിവരെയൊക്കെ വളരെ പരിതാപകരമാണ്. Q1 എന്ന് പറയുന്നത് പൊതുവേ വീക്കാണ്, അത് നമുക്കറിയാവുന്ന കാര്യം. അപ്പം നാച്ചുറലി നമ്മൾ Q4 കമ്പയർ ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞ പോലെ Q1 കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറലാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത്രയും സപ്പോർട്ട് സിസ്റ്റത്തിലെ കുറേക്കൂടെ ബെറ്ററുള്ള Q1 റിസൾട്ട് പ്രതീക്ഷകളിൽ പോലും ആ നിലവാരത്തിലേക്ക് സോഫ റിസൾട്ട് സീസൺ വന്നിട്ടില്ലെന്ന് പറയുന്നത് അത് ഒരു ഹൈ വാല്യൂ കിടക്കുന്ന മാർക്കറ്റിനെ സംബന്ധിച്ച് ദാറ്റ്സ് ആൻ ഇഷ്യൂ ശരിക്കും. അതിൻ്റെ ഒപ്പമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് വീക്ക്നെസ് പ്രകടമാണ്, അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വരാൻ നേരത്ത് ആ വീക്ക്നെസ് കുറേക്കൂടെ വർഷം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ശരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു കൺസേൺസ് ഒക്കെ തുടരുന്നൊരു സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് മാർക്കറ്റിനെ ഇപ്പോൾ അപ്രോച്ച് ചെയ്യേണ്ടത്? ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് സത്യം എന്താണെന്ന് വെച്ചാൽ പല ദിവസം ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല ട്രേഡ്. ഞാൻ അങ്ങനത്തെ ഒരു പോളിസി വിശ്വസിക്കുന്ന വ്യക്തിയാണ്. രണ്ടാമത്തെ കാര്യം, ഈ റിസൾട്ട് സീസണിൽ ഏറ്റവും നല്ല റിസൾട്ട് വരുന്ന കമ്പനികൾ, എക്സ്റ്റൻഡഡ് റാലി ഇല്ലാത്ത കമ്പനികൾ, അല്ലെ എക്സ്റ്റൻഡഡ് റാലിക്ക് ശേഷം ഒരു കൺസോളിഡേഷൻ നടത്തിയ കമ്പനികൾ, അതുപോലെ തന്നെ സെൻറ്റിമെൻ്റൽ ഡൈവേർജൻസ് എന്ന് പറയും. ബേസിക്കലി നമ്മളെ മെയിൻ ഇൻഡെക്സുമായിട്ട് നമ്മുടെ കമ്പനിയുടെ ആ ഒരു ടെക്നിക്കൽ പൊസിഷനിങ് കുറേ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ പൊസിഷനിങ് കുറേ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ, ഇങ്ങനത്തെ കമ്പനികളിലൊക്കെ തീർച്ചയായും എന്താ പറയണ്ടേ, അത് US-മായിട്ട് ഇമ്പാക്റ്റിലില്ലാത്ത ഡൊമസ്റ്റിക് പ്ലേസ് ആണ് കൂടുതൽ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ കമ്പനിയിൽ എപ്പോഴും വേറെ എപ്പോഴും ചാൻസ് ഉണ്ട്. ഈ ചാൻസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറണമെങ്കിൽ മാർക്കറ്റിലുള്ള കറണ്ട് വോളറ്റിലിറ്റി അല്ല കറണ്ട് ആയിട്ടുള്ള കൺഫ്യൂഷനിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടണം. അപ്പം അങ്ങനത്തെ സ്റ്റേറ്റിൽ നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഏതാനും കമ്പനി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് ബിഹേവിയർ നമ്മൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോകാതെയാണ് ഞാൻ പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും മാർക്കറ്റിലുള്ള കറണ്ട് സ്റ്റാറ്റസ് കുറേ കൂടെ ബെറ്റർ ആകുമ്പോൾ, അല്ല മാർക്കറ്റ് ഒന്ന് തിരിയുന്ന അവസ്ഥ കുറേ കൂടെ ക്ലാരിറ്റി കിട്ടാൻ നേരത്ത് മാർക്കറ്റിലെ ക്യാൻഡിൽസ് ക്ലാരിറ്റി കിട്ടുമ്പോൾ ആ തിരിയുന്ന ക്യാൻഡിൽസിൽ കൊച്ചു ബ്രേക്ക്ഔട്ട്സ് ചെയ്ത് കയറിപ്പോകുന്ന ലെവലിൽ ബേസിക്കലി എന്താ പറയേണ്ടത്, വോളിയം സ്പെട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മുടെ പൊസിഷൻസ് സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസോടുകൂടി നമുക്ക് പൊസിഷൻ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഏറ്റവും വലിയ കാര്യം, മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉള്ള സമയത്ത് സാധാരണ ആൾക്കാർ പോലും ഫിയർ വരുമ്പോൾ മേടിക്കണം എന്ന് പറയുന്നത്, ഇത് ഫിയർ അല്ല, ഇത് നമുക്ക് എത്ര നാൾ ഈ ഒരു ഇഷ്യൂ സസ്റ്റെയിൻ ചെയ്യുമെന്ന് നോബഡി നോസ്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പൊസിഷൻ സൈസ് നമ്മളെപ്പോഴും കൺട്രോളബിൾ ലെവലിലാക്കുക എന്നുള്ള കാര്യം, നമ്മുടെ സ്റ്റോപ്പ് ലോസുകൾ എപ്പോഴും ടൈറ്റൻ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഫിലോസഫിയിൽ നമ്മൾ ചെയ്തേ മതിയാകൂ, ഈ മാർക്കറ്റ് എന്നല്ല ഏത് മാർക്കറ്റിലും. മൂന്നാമത്തെ കാര്യം, നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ റിസൾട്ടിനോടൊപ്പം തന്നെ സൈക്ലിക്കാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് കറണ്ട് സൈക്കിളിലും അടുത്ത വരാൻ പോകുന്ന നെക്സ്റ്റ് 3 month സൈക്കിളിലും കയറുന്ന സ്റ്റോക്കാണെങ്കിൽ സൈക്കിൾ കാൻഡിഡേറ്റ് സപ്പോർട്ട് എപ്പോഴും സ്റ്റോക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനത്തെ സ്റ്റോക്കിൽ നമ്മൾ കണ്ടെത്തുക എന്നുള്ള നമ്മുടെ ആസ് എ റെസ്പോൺസിബിൾ ട്രേഡർ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ പർപ്പസാണ് ശരിക്കും. സാർ, അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനീസ്, അതായത് എക്സ്പോർട്ടിലേക്ക് അധികം എക്സ്പോജർ ഇല്ലാത്ത കമ്പനികൾ അല്ലെങ്കിൽ സെക്ടേഴ്സിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു സജഷൻ അല്ല എങ്കിൽ പോലും സാർ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സ് സാർ പറയും? ബേസിക്കലി ഐ നോട്ട് സ്പീക്കിംഗ് അബൌട്ട് സെക്ടേഴ്സ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡൊമസ്റ്റിക് ഭയങ്കര സ്ട്രോങ് ആണ് ശരിക്കും. നമ്മൾ ജപ്പാനെ കണക്കോ മറ്റുള്ള ചൈന കണക്കോ ഒന്നും എക്സ്പോർട്ടിൽ സ്ട്രെങ്ത് ഒരു കൺട്രി അല്ല ശരിക്കും. നമ്മുടെ GDP ടു എക്സ്പോർട്ട് റേഷ്യോ നോക്കാൻ വളരെ മീഗറാണ് ശരിക്കും. പക്ഷേ നമ്മുടെ 140 കോടി ജനങ്ങളുടെ ഡൊമസ്റ്റിക് കൺസപ്ഷൻ എന്ന് വെച്ചാൽ ഹ്യൂജ് ആണ് ശരിക്കും. അപ്പം അറ്റ് ദി പ്രസൻറ്റ് സ്റ്റേറ്റിൽ നോക്കുവാണെങ്കിൽ ഒരു സെക്ടറും ട്രെൻഡിങ് അല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പല എക്സ്പോർട്ടായിട്ടുള്ള കമ്പനികളിലും സെക്ടറുകളിലും ഈ കൺഫ്യൂഷൻ US-മായിട്ടുള്ള താരിഫിൻ്റെ കൺഫ്യൂഷൻ സീരിയസ് ആയിട്ട് കിടപ്പുണ്ടെന്നുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അങ്ങനത്തെ ഒരു കേസുകളിൽ ഡൊമസ്റ്റിക് പ്ലേസ് എന്ന് പറയുമ്പോൾ ഞാൻ സെക്ടർ ആയിട്ട് പ്രത്യേകിച്ച് പറയുന്നില്ല, ബിക്കോസ് അതിൻ്റെ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് എനിക്കുണ്ട് പറയാനായിട്ട്. എന്നിരുന്നാൽ തന്നെ താങ്കൾക്കറിയാൻ സാധിക്കും ഏതാ സെക്ടേഴ്സാണ് കറണ്ട് ലെവലിൽ നിൽക്കുന്നത്. പക്ഷേ ഒരു സെക്ടറും അറ്റ് പ്രസൻറ്റ് പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡൊമസ്റ്റിക് സെക്ടറിലേക്ക് പെട്ടെന്ന് മാർക്കറ്റ് വീക്കായി ഞാൻ അങ്ങോട്ട് പോകുന്നു പറയുന്ന കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട സെക്ടർ അനാലിസിസിൽ ഏത് സെക്ടറാണ് ഒരു വീക്ക് മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ സാധിക്കുന്നത്, ഏതൊക്കെ സെക്ടറിൽ ടൈറ്റ് റേഞ്ച് കൺസോളിഡേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ സെക്ടറിൽ ക്യാൻഡിൽസ് മാർക്കറ്റിൽ ഓവറോൾ സെല്ല് വരുമ്പോഴും ഏതൊക്കെ സെക്ടറിലെ സ്റ്റോക്കുകൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും മാർക്കറ്റിന് മറ്റ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം.